ഇതോടെ പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇല്ലേ? പറ, അളിയനെ കണ്ട? ഇല്ല. ചേച്ചി അളിയനെ കണ്ട? ഞാൻ കണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കൂ? ചേച്ചി കുറച്ചും കൂടെ നേരത്തേക്ക് എണ്ണീക്കാം. ഓ അമ്മമ്മ, സിദ്ധുവിനെ കണ്ട? അപ്പൊ ഇന്നും ഇല്ലേ? ഇല്ല. ആ, അപ്പൊ തലാണയും കെട്ടിപ്പിടിച്ചാണ് നടക്കാൻ പോയിട്ടുണ്ടാവും. ഇല്ല, തലോണ എടുത്തിട്ടില്ലെന്നേ. എന്നാ പിന്നെ തലാണ ഇല്ലാതെ പോയിട്ടുണ്ടാവും. കരയാണ്ടി അവിടെ മുറ്റം അടിക്കുന്നുണ്ട്. ആന്റി, സിദ്ധുവിനെ കണ്ട? ഇല്ലേപ്പാ, ഇന്നൊക്കെ പോനാനാ? ആ, പോയി. പോയിട്ട് വരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എന്നാലും അത് അങ്ങനെയല്ലല്ലോ അമ്മൂമ്മേ. ഇവൻ രാവിലെ ഇങ്ങടാ പോണേന്ന് അറിയണ്ടേ? അവൻ പറഞ്ഞില്ലേ വച്ച നടക്കാൻ പോവാന്ന്. അതിലെനിക്ക് ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്. നിനക്കെപ്പോഴും വിശ്വാസക്കുറവാണല്ലോ. മോർണിംഗ്. മോർണിംഗ്. എവിടെ പോയതാ? ഞാൻ ജോഗിങ്ങിന് പോയതാ. ഇന്ന് പൈൻ തലോണൊന്നും കൊണ്ടുപോയില്ലേ? ഇന്ന് സത്യത്തിൽ മറന്നുപോയി. ജോഗിങ്ങിന് പോയത് തന്നെയാ? ആ, ശരിക്കും ജോഗിങ്ങിന് പോയതാ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഞാനും വരാം. അയ്യോ, അതങ്ങനെ ശരിയാവാ. ലെക്ചേഴ്സിന് ഉറങ്ങണ്ടേ? അത് കുഴപ്പമില്ല, പകല് സമയം കിട്ടുമ്പോ ഞാൻ എപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളാം. അത് കുഴപ്പമില്ല. കണ്ടാമ്മ കള്ളം പറയണതാ. മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്നും പറച്ചു വെക്കണ്ടല്ലേ, പറഞ്ഞേക്കാം അല്ലേ? അമ്മൂമ്മ, എനിക്ക് സോമനാംബുലിസം ഉണ്ട്. സോംനാംബുലിസമാ? അപ്പടിനാ എന്ന? അപ്പടിനാ ഈ ഉറക്കത്തിൽ നിന്നേ എണീറ്റ് നടക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നിട്ട് ഇന്നേ വരെ ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. അത് ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. കുറെ നാളുകൾക്ക് ശേഷം എന്താന്ന് അറിയത്തില്ല, ഇപ്പൊ വീണ്ടും വന്നു തുടങ്ങി. എന്നിട്ട് എന്താ എന്റെ അടുത്തൊന്നും പറയാഞ്ഞ്? ഇല്ല, അങ്ങനെ പറയേണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ലല്ലോ ഇതുവരെ, അതുകൊണ്ടാ. ഇന്നലെ പറയാറുന്നല്ലോ. നീ വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ എന്നോർത്ത് പറയായിരുന്ന. മോനെ, എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലയോ? അമ്മൂമ്മ, ഡോക്ടറെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് പയ്യെ അങ്ങനെ മാറിക്കോളും. சரி, இப்படி தூக்கத்துல நடக்கும்போது இந்த வலியெல்லாம் எப்படி தெரியும்? இந்த வலியெல்லாம் எப்படி தெரியும்? ആന്റി, കണ്ണ് ഓപ്പൺ ആയിരിക്കും. നമ്മള് പക്ഷെ നല്ല ഉറക്കത്തിലായിരിക്കും. പ്രത്യേകിച്ചൊന്നും ഓർമ്മ കാണത്തില്ല പിറ്റേന്ന്. ஐயோ, கஷ்டம்ல. ആന്റി, എനിക്കൊരു നല്ല കട്ടൻ ചെയ്ത് തരാമോ? ஓ, அதுக்கு என்ன, இப்பவே போட்டு கொடுக்குறேன். എന്റെ അടുത്തൊരു വാക്ക് പറയാറുണ്ട് ഇതിനെപ്പറ്റി. ഞാനേ എന്നാ ഫ്രഷ് ആവട്ടെ. ഹലോ അമ്മ, എന്തൊക്കെയുണ്ടമ്മ? ആ, ഓ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആ, കൊച്ചു അകത്തുണ്ട്, കളിച്ചോണ്ടിരിക്കുക. ആ, അമ്മ എന്തെടുക്കണ്? ആണല്ലേ. അമ്മ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. സിദ്ധുവിനെ ഈ സോമനാംബുലിസം ഉണ്ടായിരുന്ന പണ്ട് കുഞ്ഞിലെ എപ്പോഴെങ്കിലും? ആ, ഈ രാത്രി ആരോടൊക്കെ പറയുന്നത് ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നടക്കൂലേ, ആ അസുഖം. അപ്പൊ ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല? ആണല്ലേ. ആ,
ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഡൗട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞാൻ വിളിക്കാവേ. അമ്മ ഹലോ. പിന്നെ ഞാൻ ഈ ചോദിച്ച കാര്യേ, സോമനാമരസത്തിന്റെ കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയല്ലേ. ആ ശരി. എന്താ പറഞ്ഞു? അമ്മ പറയുന്ന സിദ്ധുവിന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവണല്ലോ ലച്ചു. ലച്ചേ, എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നേ. അവൻ ഇതുപോലെ രാത്രി എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എണീറ്റ് നടന്നിട്ട് രാത്രി അവൻ അടുക്കള ചെന്ന് മൂത്രം വയ്ക്കും. ആ എന്നിട്ട് അവൻ്റെ അമ്മ എന്തോ ചെയ്തെന്നറിയാമോ? താക്കോലെടുത്ത് അടുക്കള പൂട്ടി. പിന്നെ ഇവ എണീറ്റ് മൂത്രം ഒഴിക്കണത് അടുക്കളയുടെ ഫ്രണ്ടിൽ, അടുക്കളയിലെ വാതല്ല. ആ ഇപ്പൊ അതൊക്കെ മാറി. പിള്ളേരുടെ ഒരു കാര്യങ്ങള്. പിള്ളേരാ 40-40 വയസ്സുണ്ട്. ആ എന്നാൽ ഇതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മായി. ലച്ചേ, ചിലപ്പം ഗൾഫിൽ വെച്ചാണ് അവന് തുടങ്ങിയെങ്കിലോ? പക്ഷെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊരു വഴിയില്ലല്ലോ. ഒരു വഴി ഉണ്ടല്ലോ. ഏത് വഴി? ഷിഹാബിക്കയുടെ കൂടെ ആയിരുന്നില്ലേ അവൻ ഗൾഫില്? അതെ, ഇക്കയെ വിളിച്ചു പോയിര്. പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. വിളിച്ചു നോക്കി. ഹലോ ഇക്ക, എന്തുണ്ട് ഇക്ക? സുഖല്ലേ? ഇവിടെ സുഖം. ഓ സിദ്ധു ദേഹത്തുണ്ട്. ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദുബായിൽ വെച്ചിട്ടേ സിദ്ധുവിന് ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റടക്കുന്ന അസുഖം ഉണ്ടായിരുന്ന? ആണല്ലേ? ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇക്ക, ഞാൻ ഈ ചോദിച്ച കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയണ്ട കേട്ടാ. ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓ, അവന് ദുബൈയിൽ വെച്ച് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലാന്ന്. അതും കൂടി ശരിയാവില്ലല്ലോ ലച്ചു. എന്തോ പദ്ധതികളുണ്ട് അമ്മായി, കണ്ടുപിടിക്കണം.